വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Ncert പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Ncert ക്ലാസ് 9th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്നിട്ടുള്ള ചാപ്റ്ററാണ്. സോ ദിസ് ഈസ് എ ചാപ്റ്റർ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉണ്ട്. കിച്ചണിലാണെങ്കിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, യൂട്ടൻസിൽസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും അങ്ങനെ ബെഡ്റൂമിലൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് തിങ്സ് ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എയർ, അതുപോലെ തന്നെ സ്റ്റോണ്, ക്ലൗഡ്സ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, പ്ലാന്റ്, ആനിമൽസ് ഒക്കെ എന്താണ് ഓരോ തിങ്സാണ്. അപ്പോൾ ഓരോ തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം എന്താണ്, എവറിത്തിങ് ഈസ് മാറ്റർ, എല്ലാം മാറ്ററാണ്. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. അപ്പോൾ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഫിലോസഫേഴ്സൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മാറ്ററിനെ 5 എലമെൻറ്റ്സ് ആയിട്ട്, അതായത് 5 എലമെൻറ്റ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് പഞ്ചതത്വ, പഞ്ച് എന്ന് പറയും പാഞ്ച് അല്ലെങ്കിൽ പഞ്ചതത്വ എന്ന് പറയും. പഞ്ചതത്വ എന്ന് വെച്ചാൽ 5 എലമെൻറ്റ്സ് ആണ്. എയർ, എർത്ത്, അതുപോലെ തന്നെ ഫയർ, സ്കൈ ആൻഡ് വാട്ടർ ആണ് ഈ പഞ്ചതത്വയിലെ 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദം അവരുടെ എന്ന് വെച്ചാൽ ലിവിങ് ഓർ നോൺ ലിവിങ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് 5 ബേസിക് എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഫിലോസഫേഴ്സിൻ്റെ അവരുടെ ഇതെന്ന് വെച്ചാൽ ലിവിങ്ങോ അല്ലെങ്കിൽ നോൺ ലിവിങ്ങോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് എലമെൻറ്റ്സ് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ 5 എലമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടാണെന്നും. പിന്നെ നമ്മൾ പഠിക്കുന്നത്, പിന്നെ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, മാറ്ററിനെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു ദ മെയിൻ ഹെഡിങ്, ദാറ്റ് ഈസ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പോൾ മാറ്ററിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു കോൺട്രവേഴ്സി പറയുന്നുണ്ട് 2 സ്കൂളുകൾ. അപ്പോൾ ഒരു സ്കൂൾ പറയുന്നത് വെച്ചാൽ ഒരു വുഡൻ ലോഗ് ഓഫ് വുഡ്, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം പോലെ കണ്ടിന്യൂസ് ആണ് മാറ്റർ എന്നും, അതുപോലെ തന്നെ മറ്റേ പിള്ളേരെന്താ പറഞ്ഞത്, അവരുടെ മാറ്റേഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് സാൻഡ് പോലെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ അതോ പെർട്ടിക്കുലേറ്റ് ആണോ, സാൻഡ് പോലെ പെർട്ടിക്കുലേറ്റ് ആണോ, അതുപോലെ തന്നെ ഒരു വുഡൻ ലോഗ് പോലെ തന്നെ കണ്ടിന്യൂസ് ആണോ എന്നാണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി 1.1 ആണിത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 100 ml ബീക്കർ എടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഓഫ് ദ ബീക്കറിൽ നമ്മൾ വാട്ടറും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ, വാട്ടർ ലെവൽ മാർക്ക് ചെയ്യണം. അതിന് ശേഷം കുറച്ച് സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ ഇതിൽ ഡിസോൾവ് ചെയ്യണം. ഒരു ഗ്ലാസ്സിലോട് വെച്ചിട്ട് വേണം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വി ഹാവ് ടു ചെക്ക് ഫോർ ദി ലെവൽ ഓഫ് വാട്ടർ. എന്തെങ്കിലും ഒബ്സർവേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ എന്ത് പറ്റി നമ്മുടെ ഈ ആഡ് ചെയ്ത സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറിനൊക്കെ എന്ത് പറ്റിയെന്നും ഒക്കെ നമുക്ക് നോക്കണം. പിന്നെ വാട്ടർ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദിസ് ഈസ് ആൻ ആക്ടിവിറ്റി. സോ ഇതിൻ്റെ ഇൻഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ മാറ്റേഴ്സ് എല്ലാം എന്താണ്, സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവയ്ക്കിടയിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. സോ ഒരു ലിക്വിഡ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ വാട്ടർ മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതായത് അവയ്ക്കിടയിൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിസോൾവ് ചെയ്ത സോൾട്ടോ അല്ലെങ്കിൽ ഷുഗർ എന്ത് ചെയ്യും, ഈ സ്പേസിൽ കയറി ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വാട്ടർ ലെവൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് യു വിൽ നോട്ട് ഫൈൻഡ് എനി ഡിഫറൻസ് ബിക്കോസ് ദ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ആൻഡ് ദർ ഈസ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇൻഫറൻസ്. അപ്പോൾ ദിസ് ഈസ് ദ ആക്ടിവിറ്റി. വി ഹാവ് ടു ടേക്ക് എ ബീക്കർ ആൻഡ് ആഡ് സം സോൾട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് വി ഹാവ് ടു ചെക്ക് ദ ലെവൽ ഓഫ് വാട്ടർ ബിഫോർ ആഡിങ് ദ സോൾട്ട് ആൻഡ് വി ഹാവ് ടു സ്റ്റിർ വിത്ത് എ ഗ്ലാസ് റോഡ്. അതിന് ശേഷം വി ഹാവ് ടു മാർക്ക് ദി വാട്ടർ ലെവൽ. വാട്ട് ഈസ് ദ inference? There will not be any change in the water, there will not be any change in the water, and as well as there will not be any change in the color of the water. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ വേറെ കാര്യം എന്ന് വെച്ചാൽ എന്ത് പറ്റി, നമ്മുടെ സോൾട്ടും അതുപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്തത് എന്ത് പറ്റി. അപ്പോൾ അതെല്ലാം എന്താണ്, നമ്മുടെ ഈ വാട്ടറിൽ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തു എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു
go for an activity 1.2, that is how small are these particles of matter. അപ്പോൾ ഈ ആക്ടിവിറ്റീൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് എത്രത്തോളം ചെറുതാണ് ഈ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വി ഹാവ് ടു ടേക്ക് 2 to 3 crystals of potassium permanganate and dissolve them in 100 ml of water. അപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് കളറിലുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളറിലുള്ള ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, 100 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. അതിന് ശേഷം അതിനകത്തുള്ള 100 ml എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 100 ml ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് പുട്ട് ഇൻ ടു 90 ml ഓഫ് വാട്ടർ. സോ ഒരു കുറച്ച് 100 ml വെള്ളമെടുത്തു, അതിനുശേഷം അതിന് എന്ത് ചെയ്തു 2 to 3 crystals ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തു. അതിനുശേഷം ഇതിനകത്തുള്ള 10 ml വേറൊരു 90 ml വാട്ടർ ബീക്കറിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ചെയ്തു. ഏകദേശം 5 times നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ചെക്ക് ഫോർ ദ കളർ ഓഫ് ദി ലാസ്റ്റ് സൊല്യൂഷൻ ആസ് വെൽ ആസ് വി ഹാവ് ടു കമ്പയർ ലാസ്റ്റ് സൊല്യൂഷൻ വിത്ത് ദാറ്റ് ഓഫ് അതേഴ്സ്. അപ്പോൾ എന്ത് നടന്നിട്ടുണ്ടാകും, അപ്പോൾ ഇൻഫറൻസ് എന്താണെന്ന് വെച്ചാൽ ദിസ് experiment shows that just a few crystals of potassium permanganate can color a large volume of water, that is about 1000 liter. So we have to conclude that there must be millions of tiny particles in just one crystal of potassium permanganate which keep on dividing themselves into smaller and smaller particles. അപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനുള്ളിൽ കുറേ സ്മോളർ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ആണ് പിന്നെ ഡിവൈഡ് ചെയ്ത് ഓരോ സൊല്യൂഷനിലേക്കും കളർ കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മളെ വീട്ടിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഡെറ്റോൾ വെച്ചിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. ഡെറ്റോൾ എടുത്തിട്ട് ഇതേപോലെ 100 ml ബീക്കറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം വേറൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബീക്കറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുത്തിട്ട് അതിൽ ഒരു പ്യൂർ വാട്ടർ ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് നിന്ന് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ഡെറ്റോളുള്ള വാട്ടർ ആഡ് ചെയ്തിട്ട് ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ് ഒരു 5 times റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് സ്പ്രെഡ് ഓൺ ദ വാട്ടർ. ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കളർ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് സൊല്യൂഷൻ്റെ കളർ കുറച്ച് ഡള്ളാണെങ്കിലും പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സ്റ്റിൽ ആ വെള്ളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, കളർ കൊടുക്കുന്നുണ്ട്. സോ മാറ്റർ വിച്ച് ഡിവൈഡ്സ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് എന്നാണ് ഇതിൻ്റെ ഇൻഫറൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. മാറ്ററിലുള്ള പാർട്ടിക്കിൾസിന് അതിനകത്ത് സ്പേസ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചായയുടെ കളറ് ആദ്യം നമ്മൾ വെള്ളം എടുക്കും, അതിന് ശേഷം ചായപ്പൊടി പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ആദ്യം വെള്ളം എന്ന് പറയുന്നത് കളർലെസ് ആണ്. അതിന് ശേഷം ചായപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അതൊരു യൂണിഫോം ബ്രൗൺ കളറായിട്ട് എന്ത് ചെയ്യും, അത് ഡിസോൾവ് ആയി പോകും. അതെന്താ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ഏത് പാർട്ടിക്കിൾസ് ആണോ അതൊക്കെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വാട്ടറാണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഷുഗർ അങ്ങനെയായിരുന്നു, സോൾട്ടിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡെറ്റോൾ നിങ്ങൾ വീട്ടിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ ഇതേപോലത്തെ ഇൻഫറൻസാണ് കിട്ടുക. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലാബിൽ ചെയ്ത് നോക്കിയാലും ഇതുപോലെ തന്നെയാണ് കിട്ടുക. ഓക്കെ, this shows that there is enough space of particles of matter. അപ്പോൾ ഇവർ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാരണം അവയ്ക്കിടയിൽ ഇനഫ് എന്തുണ്ട്, സ്പേസ് ഉണ്ടെന്നാണ്. സോ ദർ വിൽ ബി ഇനഫ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദി വാട്ടർ. ഓക്കെ, വേറൊരു പോയിൻ്റാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് നോക്കാം ആക്ടിവിറ്റി 1.3. അപ്പോൾ ആക്ടിവിറ്റി 1.3 എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ചന്ദനത്തിരി എന്ത് ചെയ്യണം, ഒരു റൂമിൻ്റെ കോർണറിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അതിന് ശേഷം ആ വേറൊരു ചന്ദനത്തിരി അത് ലൈറ്റ് ചെയ്ത് നോക്കണം. സോ നിങ്ങൾക്ക് ഡിഫറൻസ് കാണണം. ഏത് ചന്ദനത്തിരിക്കായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല സ്മെല്ല് കിട്ടുക, നിങ്ങൾക്കറിയാൻ പറ്റുമോ? അതെ, നമ്മൾ കത്തിച്ച് വരുന്ന ചന്ദനത്തിരിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സ്മെല്ല് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്ററിൽ ഓരോ പാർട്ടിക്കിൾസ്, നമ്മൾ പറഞ്ഞു മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിനൊക്കെ എന്ത് ചെയ്യും, ഹീറ്റ് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ കത്തിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് എനർജി കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് കൈനറ്റിക്
എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ മൂവ് ചെയ്യാനുള്ള എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പെർട്ടിക്കുലർ ഹീറ്റ് കൊടുക്കുമ്പോൾ ഓരോ മാറ്ററിൻ്റെ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, കുറച്ച് എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സാധാ ചന്ദനത്തിരിക്ക് ഒരു സ്മെല്ലും ഇല്ലാത്ത നമ്മൾ കത്തിക്കുമ്പോൾ ചന്ദനത്തിരിക്ക് സ്മെല്ല് വരുന്നതും. ഓക്കെ, സ്മെല്ല് വരുന്നത് നമ്മൾ റൂമിൻ്റെ വേറെ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ഉള്ള സ്മെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് matter consists of small particles which are moving continuously. The particles of matter possess sufficient amount of what energy? Yes, kinetic energy. So the heated particles നാണ് ഏറ്റവും കൂടുതൽ kinetic energy. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല്, കത്തിച്ച ചന്ദനത്തിരിയുടെ സ്മെല്ല് പെട്ടെന്ന് കിട്ടുന്നത്. ഇതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ. ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് സ്മെല്ല് എന്ത് ചെയ്യും, നിങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സ്മെല്ല് വരും. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഉമ്മാനോട് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ വീട്ടിൽ അമ്മേനോട് ചോദിച്ചു നോക്കണം എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്ററിൽ ഓരോ പാർട്ടിക്കിൾസുമാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാർട്ടിക്കിൾസിനൊക്കെ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കിട്ടും. ആ എനർജിയെ നമ്മൾ എന്ത് പറയുന്നു, കൈനറ്റിക് എനർജി എന്ന് പറയുന്നു. ആ എനർജിയാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, that's about activity 1.3. So moving on to activity 1.4. ഈ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്, we have to take 2 glasses or beaker filled with water, put a drop of blue or red ink slowly and carefully along the side of first beaker and honey in the same way in the second beaker. Leave them undisturbed in your house or a corner in your class. Record your observation. What do you observe immediately after adding the ink drop? What do you observe immediately adding the drop of honey? How many hours or days does it take to color the ink to spread evenly through the water? അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റ്, 2 ബീക്കർ എടുക്കുക. ഒരു ബീക്കറിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഇങ്ക് ഡ്രോപ്പ് ആഡ് ചെയ്യണം. മറ്റേ ബീക്കറിനകത്ത് നമ്മൾ സൈഡിലൂടെ എന്ത് ചെയ്യണം, ഹണി ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഒബ്സർവേഷൻ നോക്കണം, ഏത് ബീക്കറാണ് പെട്ടെന്ന് എല്ലാം യൂണിഫോംലി സ്പ്രെഡ് ആയതെന്നും അതുപോലെ തന്നെ 2 ബീക്കറിലും നിങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവേഷൻ കാണുന്നതെന്നും കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര സമയം എടുത്തോ ഇവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നൊക്കെ നോക്കണം. ഓക്കെ, സോ ഒന്നെന്ന് പറയുമ്പോൾ ഇങ്കായിരുന്നു, മറ്റേതിൽ നമ്മൾ എന്താ, ഹണിയാണ്. അപ്പോൾ ഇൻ 1 ബീക്കർ വി ഹാവ് ടു ആഡ് ഇങ്ക് ഡ്രോപ്പ് ആൻഡ് ഇൻ അനദർ ബീക്കർ വി ഹാവ് ടു ആഡ് ഹണി. ഓക്കെ, സോ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫറൻസ്, അതായത് നമുക്ക് ഓരോ എന്താവും ത്രെഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ത്രെഡ് പാർട്ടിക്കിൾസ് പോലെ കാണാൻ പറ്റും. അപ്പം ഇങ്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ത്രെഡ് പോലെ വന്നിട്ട് ഫുൾ ഹോൾ ബീക്കറിനെ എന്ത് ചെയ്യും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കും. അപ്പോൾ 1 മണിക്കൂറൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഫുള്ള് വെള്ളം യൂണിഫോംലി ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഇങ്ക്. പക്ഷേ ഹണി എന്താവും, അത് താഴെ പോയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സെറ്റിലായിട്ട് പിന്നെ ഫുള്ള് കുറേ സമയം എടുക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ക് എന്ന് പറയുന്നതിന് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേക ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ബീക്കറിനകത്ത് എന്തെടുത്തു, വാട്ടർ എടുത്തു. അപ്പോൾ ഇങ്കിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്താണ്, ഈക്വലാണ് ഏകദേശമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ക് മൊത്തം വാട്ടറിൽ സ്പ്രെഡായി. പക്ഷേ ഹണി നമുക്കറിയാം കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സാധനമാണ്, വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹണി കുറച്ചുകൂടെ തിക്കാണ്. അതായത് ഡെൻസിറ്റി ഓഫ് ഹണി എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് ഹണി കൂടുതലാണ് എന്ത്, വാട്ടറിനേക്കാണ്. സോ നമ്മൾ ഈ വാട്ടറിൽ ബീക്കറിൽ എടുത്തതിന് ശേഷം ഹണി ആഡ് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ദി ഡെൻസിറ്റി. ഓക്കെ, so we have to move upon the next activity, that is the activity 1.5. In this activity, drop a crystal of copper sulfate or potassium permanganate into a glass of hot water and another containing cold water. അപ്പോൾ കോൾഡ് വാട്ടർ ഉണ്ട്, ഹോട്ട് വാട്ടറും ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ കോപ്പർ സൾഫേറ്റോ അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാഗ്നേറ്റോ ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടിലും നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ഡു നോട്ട് സ്റ്റിർ ദ സൊല്യൂഷൻ, അലൗ ദ ക്രിസ്റ്റൽ ടു സെറ്റിൽ അറ്റ് ദ ബോട്ടം. അപ്പോൾ സ്റ്റിർ ചെയ്യാൻ പാടില്ല, ഇളക്കാതെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇത് വെക്കണം. വാട്ട് ഡു യു ഒബ്സർവ് ജസ്റ്റ് അബൌട്ട് ദി സോളിഡ് ക്രിസ്റ്റൽ ഇൻ ദ ഗ്ലാസ്. അപ്പോൾ സോളിഡ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, വാട്ട് ഹാപ്പൻസ് ആസ് എ ടൈം പാസസ്, വാട്ട് ഡസ് ദിസ് സജസ്റ്റ് അബൌട്ട് ദി പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്, ആൻഡ് ഡസ് ദ റേറ്റ് ഓഫ് മിക്സിംഗ് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ, വൈ ആൻഡ് ഹൗ. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ
ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് കോൾഡും ആണ് ഒന്ന് ഹോട്ടും ആണ്. അപ്പോൾ വാട്ട് ഡു യു ഒബ്സർവ് ജസ്റ്റ് അബൌട്ട് ദ സോളിഡ് ക്രിസ്റ്റൽ ഇൻ ദ ഗ്ലാസ്? അപ്പോൾ എന്താവും ഈ സോളിഡ് ക്രിസ്റ്റൽ? അവ എന്താകും? അവ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആസ് ദ ടൈം പാസസ്? ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് രണ്ടിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. പിന്നെ വാട്ട് ഡസ് ദ സജസ്റ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്? അപ്പം എന്താണ് സോളിഡും ലിക്വിഡും തമ്മിലുള്ള പാർട്ടിക്കിൾസിൻ്റെ കാര്യം പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ഈ പാർട്ടിക്കിൾ അതായത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സോളിഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു. ആൻഡ് ഡസ് ദ റേറ്റ് ഓഫ് മിക്സിംഗ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? യെസ്, റേറ്റ് ഓഫ് മിക്സിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചന്ദനത്തിരിയുടെ കേസിലുള്ള കേസും ഈ കേസും സെയിം ആണ്. കാരണം കോൾഡ് വാട്ടറിൽ പ്രത്യേകിച്ച് കൈനറ്റിക് എനർജി ഒന്നുമില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? പതുക്കെ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ട് ആവുക. പക്ഷേ എന്താ ഹോട്ട് വാട്ടറിൽ ഓരോ പാർട്ടിക്കിൾസിനും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? എല്ലാ പാർട്ടിക്കിൾസിനെയും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. സോ കോൾഡ് വാട്ടറിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ ദാറ്റ് ഓഫ് ദി ഹോട്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫ്രം ദീസ് ആക്ടിവിറ്റീസ് 1.3, 1.4 ആൻഡ് 1.5 we can conclude the activity that particles are matter are continuously moving. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസും മാറ്ററിൻ്റെ പാർട്ടിക്കിൾസും ഒക്കെ കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ആൻഡ് as they possess that what we call kinetic energy. kinetic energy ഉള്ളതുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദ എനർജി യൂസ്ഡ് ടു മൂവിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആസ് എ ടെമ്പറേച്ചർ റൈസസ് ദ പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ. സോ വി ക്യാൻ സേ ദാറ്റ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് എനർജി കാരണമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇനി പറയുന്നത് ഇൻ ദ എബോവ് 3 ആക്ടിവിറ്റീസ് വി ഒബ്സർവ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഇൻ്റർമിക്സ് ഓൺ ദെയർ ഓൺ വിത്ത് ഈച്ച് അതർ. They do also by getting into the spaces between the particles. This intermixing of particles of two different layers of matter on their own is known as diffusion. സോ നമ്മൾ രണ്ട് പാർട്ടിക്കിൾസും തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യും. 3 ആക്ടിവിറ്റീസിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമുക്കറിയാം ഒരു ലിക്വിഡും അതുപോലെ തന്നെ സോളിഡായിട്ടുള്ള ക്രിസ്റ്റൽസും പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് 2 ടൈപ്പ് ഓഫ് മാറ്റർ, നമുക്കറിയാം ടൈപ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് മാറ്ററിന് ലിക്വിഡിനെ സോളിഡിലേക്കൊക്കെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സോളിഡിനെ ലിക്വിഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും 2 ടൈപ്സ് ഓഫ് മാറ്ററിലേക്ക് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഡിഫ്യൂഷൻ, ദാറ്റ് ഈസ് ദി intermixing of particles of two different types of matter on their own is known as diffusion. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹയർ ക്ലാസ്സസിൻ്റെ ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ലുക്ക് ഫോർ ദാറ്റ് ആക്ടിവിറ്റി 1.6. ഓക്കെ, ഈ ആക്ടിവിറ്റിയിൽ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ മനുഷ്യച്ചങ്ങലയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലത്തെ മനുഷ്യച്ചങ്ങല മുന്നേ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവനവൻ്റെ ഹാൻഡ്സൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ കൈ പിടിച്ച് വേണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യണം? ഫിംഗർ ടു ഫിംഗർ ടച്ചിങ്ങിലെ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഏകദേശം ഒരു 4 to 5 മെമ്പേഴ്സ് വേണം. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ ഇട്ടിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരാൾ പെട്ടെന്ന് ഇടിച്ച് കയറാൻ പോകുക? നമ്മൾ ഓരോ ഗ്രൂപ്പിലാവും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഫുൾ ആൾക്കാരിങ്ങനെ ടൈറ്റഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ചെയിൻ പോലെയാണ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫിംഗർ ടു ഫിംഗർ ടച്ചിലാണ്. ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്, ഓരോരുത്തരും വിട്ട് നിൽക്കുന്നത് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഒരാളെ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഈ ഓരോ ഗ്രൂപ്പിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ദിസ് ഇസ് ദ ആക്ടിവിറ്റി. അതിന് ശേഷം if we consider each student as a particle of matter, then in which group the particle held each other will be the maximum force. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി എടുക്കേണ്ടത് ഏത് ഗ്രൂപ്പിനാവും? യെസ്, ഒബ്വിയസ്ലി ഫസ്റ്റ് ഗ്രൂപ്പിനാവും. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിൽ അവരെന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വി ഹാവ് ടു പുട്ട് ഓൺ എ മോർ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഓർഡർ ടു ബ്രേക്ക് ദിസ് ബോണ്ട്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് എനർജി വേണം. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ് ഈസ്
അപ്പം എന്തുകൊണ്ടാണ് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ഓഫ് ദി ലാസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി വേണ്ട. ദാറ്റ് ഈസ് ദർ ഈസ് നോ ബൈൻഡിങ് എനർജി, അല്ലെങ്കിൽ ദർ ഈസ് നോ ബൈൻഡിങ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദം. അവയ്ക്ക് തമ്മിൽ എന്തില്ല, ബൈൻഡിങ് ഫോഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. So now we will be discussing about the activity 1.7, that is take an iron nail, a piece of chalk and a rubber band. അപ്പോൾ നമ്മളൊരു ആണി എടുക്കുക, അതുപോലെ തന്നെ ചോക്കിൻ്റെ പീസ്, അതുപോലെ തന്നെ റബ്ബർ ബാൻഡ്, ഇത് മൂന്നും എടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം, അവർ ഹാമർ ചെയ്യണം. ട്രൈ ടു ബ്രേക്ക് ദം ബൈ ഹാമറിങ് ഓർ കട്ടിങ് ഓർ സ്ട്രെച്ചിങ്. In which of the above three substances do you think the particles of are held with a greater force? അപ്പോൾ നിങ്ങൾ ഹാമർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ അത്ര ഫോഴ്സ് ഇല്ല എന്നർത്ഥം. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത്രയ്ക്ക് ഫോഴ്സ് ഓഫ് ബോണ്ട് കൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻ? യെസ്, അതായത് നിങ്ങൾക്ക് അയൺ നെയിൽ യൂസ് ചെയ്താലായിരിക്കും ഭയങ്കര പ്രയാസവും, അതുപോലെ തന്നെ അയൺ നെയിൽ എന്താവില്ല, ഹാമർ ചെയ്തിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് greater force. അപ്പോൾ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ അയൺ നെയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രേറ്റർ ഫോഴ്സ്, അത് ഹെൽഡ് ടുഗെദർ ബൈ എ ഗ്രേറ്റർ ഫോഴ്സ്. അതാണ് അതിൻ്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് ഓഫ് അയൺ നെയിൽ ആർ ഹെൽഡ് ടുഗെദർ വിത്ത് എ ഗ്രേറ്റർ ഫോഴ്സ്. സോ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 1.8. ഈ ആക്ടിവിറ്റിയിൽ എന്താ, നിങ്ങൾ പൈപ്പ് തുറക്കുക. അപ്പോൾ ഓപ്പൺ ദി വാട്ടർ ടാപ്പ് ആൻഡ് ട്രൈ ടു ബ്രേക്ക് ദി സ്ട്രീം ഓഫ് വാട്ടർ വിത്ത് യുവർ ഫിംഗേഴ്സ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ സ്ട്രീം ഓഫ് വാട്ടറിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കണം. ആൻഡ് വേർ യു ഏബിൾ ടു കട്ട് ദ സ്ട്രീം ഓഫ് വാട്ടർ, നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വാട്ട് വുഡ് ബി ദ റീസൺ ബിഹൈൻഡ് ദി സ്ട്രീം ഓഫ് വാട്ടർ റിമൈനിങ് ടുഗെദർ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്ട്രീം ഓഫ് വാട്ടർ ഇങ്ങനെ ടുഗെദർ ആയിട്ട്, അതായത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സ്ട്രീം ഓഫ് വാട്ടർ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ദേ ആർ ബോണ്ടഡ് ത്രൂ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഓഫ് വാട്ടർ എന്ത് ചെയ്യും, അടുത്ത പാർട്ടിക്കിളായിട്ട് എന്താണ്, ബോണ്ടഡ് ആണ്. ദേ ആർ ബോണ്ടഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് കാരണം നമുക്ക് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് ഫോഴ്സസ് ഹെൽഡ് ടുഗെദർ. ദ സ്ട്രെങ്ത് ഓഫ് ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാരീസ് ഫ്രം വൺ കൈൻഡ് ഓഫ് മാറ്റർ ടു അനദർ. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, ഓരോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങനെ ബോണ്ടൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ മാറ്ററിനും ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ഹാമർ ചെയ്ത് കണ്ട് ചോക്ക് പീസ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പൊടിഞ്ഞു പോകണം. കാരണം അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു അയൺ നെയിൽ എടുക്കുകയാണെങ്കിൽ ആ അയൺ നെയിൽ നമുക്ക് ഹാമർ ചെയ്ത് കണ്ട് പീസ് ആക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആണ്. Now we will be discussing on the intext question, that is which of the following are matter. So this we will be dealing it as the intext question, which of the following are matter. So chair, is it a matter? Yes, obviously chair ഒരു matter ആണ്. വാട്ട് അബൌട്ട് എയർ? എയറിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൺഫ്യൂഷൻ ഉള്ളതാണ്. എയർ എന്ന് പറയുന്ന ഒരു മാറ്ററാണ്. എയറിൽ നമുക്കറിയാം ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഡസ്റ്റ്, ഒരുപാട് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയാണ് എയർ. അപ്പോൾ എയർ ഈസ് എ മാറ്റർ. വാട്ട് അബൌട്ട് സ്മെൽ? സ്മെല്ലൊരു മാറ്ററാണോ? ആണോ? നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്ററാണോ? നോ, സ്മെല്ലൊരു മാറ്റർ അല്ല. അപ്പോൾ എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ് ആണ് മാറ്റർ. അപ്പോൾ സ്മെല്ല് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അല്ല. അപ്പോൾ ഹെയ്റ്റ്, ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരു മാറ്ററാണോ? നോ, അല്ല. അതൊക്കെ ഒരു ഹ്യൂമൻ ഫീലിങ്സ് ആണ്. വാട്ട് അബൌട്ട് ആൽമണ്ട്സ്? ആൽമണ്ട്സ് നിങ്ങൾ കഴിക്കാൻ, ബദാം കഴിക്കാറുണ്ടാവും എല്ലാവരും. അപ്പോൾ ആൽമണ്ട്സ് എന്താണ്? യെസ്, ദേ ആർ മാറ്റേഴ്സ് ആണ്. വാട്ട് അബൌട്ട് തോട്ട്? അതായത് ചിന്തിക്കുന്നത് മാറ്ററാണോ? അല്ല, ചിന്തിക്കുന്നതൊന്നും ഒരിക്കലും മാറ്ററല്ല. കോൾഡ് ഒരു മാറ്ററാണ്. അതൊക്കെ ഒരു സെൻസേഷനാണ്. അതായത് കോൾഡ്, ഹോട്ട്, തോട്ട്, ഹെയ്റ്റ്, ലവ് എന്നൊക്കെ പറയുന്നത് ഓരോ ഫീലിങ്സ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ലെമൺ വാട്ടർ? ലെമൺ വാട്ടർ ഒരു മാറ്ററല്ലേ? അതെ, ലെമൺ വാട്ടറിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഒക്കെ ഉള്ളതാണ് ലെമൺ വാട്ടർ. സോ ലെമൺ വാട്ടർ ഇസ് എ മാറ്റർ. വാട്ട് അബൌട്ട് സ്മെൽ ഓഫ് എ പെർഫ്യൂം? പെർഫ്യൂമിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. കാരണം മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് ചെയർ, air, lemon water and almonds are the matter. Okay, hopefully you got it. So moving on to our next question, that is the give reasons for the following observation. അപ്പോൾ ഇതിന് റീസൺ കൊടുക്കണം. A smell of hot sizzling food reaches you several meters away but
ബട്ട് ഗോ ഗെറ്റ് എ സ്മെൽ ഫ്രം ദ കോൾഡ് ഫുഡ് യു ഹാവ് ടു ഗോ ക്ലോസ്. അപ്പോൾ നമ്മൾ ഹോട്ട് ഫുഡും കോൾഡ് ഫുഡും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ബിരിയാണി ഉണ്ടാക്കുന്നത്, ബിരിയാണി നല്ല ചൂടോടെ ആകുമ്പോൾ നല്ല സ്മെല്ലാണ്. പക്ഷേ തണുത്തു പോയ ബിരിയാണിക്ക് അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് ഇൻ ദ എയർ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ് കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ആ കൈനറ്റിക് എനർജി അവയെ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ചൂടാക്കിയ ബിരിയാണിയൊക്കെ പെട്ടെന്ന് സ്മെല്ല് നമുക്ക് ദൂര സ്ഥലത്തു നിന്നും കിട്ടാൻ കാരണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ possess kinetic energy. So we will be discussing our next question, that is, a diver is able to cut through water in a swimming pool. Which property of matter does this observation? അപ്പോൾ ഒരാൾ പെട്ടെന്ന് വാട്ടറിലൂടെ ഡൈവ് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിൽ ഈ വെള്ളത്തിൻ്റെ ഈ തിരകളൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് ഡൈവ് ചെയ്ത് പോകാൻ പറ്റും. എന്ത് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഒബ്സർവേഷന് കാണിക്കുന്നത്? സോ കാരണം എന്ന് വെച്ചാൽ ദ person is able to cut through the water in swimming pool because weakness of the attraction between the water molecules. So water molecules തമ്മിലുള്ള bond of attraction എന്താണ്, വീക്കർ bond of attraction ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡൈവറിന് എന്ത് ചെയ്യും, പെട്ടെന്ന് സിമ്പിളായിട്ട് വാട്ടർ മോളിക്യൂൾസിനെ തള്ളി നീക്കിയിട്ട് ഡൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദിറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ വിച്ച് അട്രിബ്യൂട്ട്സ് ഈസി ഡൈവിങ്. സോ എന്താണ് ഇൻഫറൻസ്, വീക്ക്നെസ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ഓൺ ടു അ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ? അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്? ദ പ്രസൻസ് ഓഫ് ഇൻ്റർമോളിക്കുലാർ സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഓരോ ലിക്വിഡ് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, സ്പേസസ് ഉണ്ട്. സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് ദിസ് ഇസ് ഇൻ്റർമോളിക്കുലാർ സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദം ആൻഡ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻ എ കോൺസ്റ്റൻറ്റ് മോഷൻ. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും മോഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ. നമുക്കറിയാം ഒരു സ്പെസിഫിക് ബോണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് ഓരോ പാർട്ടിക്കിളും ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം presence of intermolecular spaces in between the particles, presence of particles are in constant motion and they are attracted each other. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു സെഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ വേറെ ദിവസങ്ങളിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഈ ചാനലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ എവറി വൺ. താങ്ക് യു.